നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും യുദ്ധ തടവുകാരെ കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. എല്ലാ ഉക്രൈൻ തടവുകാരെയും റഷ്യ മോചിപ്പിക്കണമെന്നും സമാനമായ രീതിയിൽ തടവുകാരെ മോചിപ്പിക്കാൻ ഉക്രൈൻ തയ്യാർ. റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന US പ്രമേയം UN സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചത് കരട് പ്രമേയം. ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന എലോൺ മസ്കിന്റെ അന്ത്യശാസനം പിൻവലിച്ച് US ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി ഓഫീസ്. ഫെഡറൽ തൊഴിലാളികളെ കുറയ്ക്കാനുള്ള ടെസ്ല കോടീശ്വരന്റെ തീരുമാനത്തിലുള്ള തിരിച്ചടി. വോട്ടർമാരെ മർദ്ദിച്ച സംഭവത്തിൽ MP മൈക്ക് അമേസ്ബറിക്ക് തടവ് ശിക്ഷ. ചെഷയർ നിയോജക മണ്ഡലത്തിൽ വോട്ടറെ നിലത്തടിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ലേബർ MPക്ക് 10 ആഴ്ച തടവ് ശിക്ഷ. ട്വിറ്ററിന്റെ മുൻ CEO പരാഗ് അഗർവാളിനെ പിരിച്ചുവിട്ട് ഇലോൺ മസ്ക്. 2022 ട്വിറ്ററിന്റെ ഉടമസ്ഥാവകാശം മസ്ക് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പരാഗിനെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിനെ തുടർന്ന് വിദേശികളെ തട്ടിക്കൊണ്ടുപോകാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ പ്രൊവിൻസ് പദ്ധതിയിടുന്നതായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ചൈനക്കാരെയും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ദുബായിലെ പ്രവാസികൾക്ക് ഇനി നിമിഷ നേരം കൊണ്ട് വിസ പുതുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് സലാമ എന്ന പേരിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാകും. വാർത്തകൾ വിശദമായി. റഷ്യൻ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും യുദ്ധ തടവുകാരെ കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. എല്ലാ ഉക്രൈൻ തടവുകാരെയും റഷ്യ മോചിപ്പിക്കണമെന്നും സമാനമായ രീതിയിൽ തടവുകാരെ മോചിപ്പിക്കാൻ ഉക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യൻ അധിനിവേശത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് കീവിൽ നടന്ന ഒരു ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സെലൻസ്കി. റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന US പ്രമേയം UN സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചു. റഷ്യയുടെ ഉക്രൈനിലെ യുദ്ധത്തിന്റെ 3ാം വാർഷികം ആഘോഷിക്കുന്നതിനായി US തയ്യാറാക്കിയ കരട് പ്രമേയം റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെ അംഗീകരിക്കാൻ UN സുരക്ഷാ കൗൺസിൽ വോട്ട് ചെയ്തു. പ്രമേയത്തിന് അനുകൂലമായി 10 വോട്ടുകൾ ലഭിച്ചപ്പോൾ UK, ഫ്രാൻസ് എന്നിവയുൾപ്പെടെ 5 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. റഷ്യയെ അപലപിക്കുകയോ ഉക്രൈനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തുകൊണ്ട് ഉക്രൈനും യൂറോപ്യൻ യൂണിയനും തയ്യാറാക്കിയ പ്രമേയത്തെ തിങ്കളാഴ്ച UN പൊതുസഭ പിന്തുണച്ചു. ചെയ്ത ജോലിയുടെ വിശദീകരണം നൽകിയില്ലെങ്കിൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന എലോൺ മസ്കിന്റെ അന്ത്യശാസനം പിൻവലിച്ചു. US ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി ഓഫീസാണ് ഉത്തരവ് പിൻവലിച്ചത്. ഫെഡറൽ തൊഴിലാളികളെ കുറയ്ക്കാനുള്ള ടെസ്ല കോടീശ്വരന്റെ തീരുമാനത്തിനുള്ള തിരിച്ചടിയാണിത്. ട്രംപ് അനുവദിച്ച ചെലവ് ചുരുക്കൽ സംരംഭമായ മസ്ക് ചെയർമാനായ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ് നടത്തിയ ഏറ്റവും പുതിയ നീക്കമായിരുന്നു ഇത്. ഫെഡറൽ തൊഴിലാളികളോട് കഴിഞ്ഞ ആഴ്ചയിലെ അവരുടെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ മസ്ക് ശനിയാഴ്ച US ഗവൺമെന്റിന്റെ 2 ദശലക്ഷത്തിലധികം വരുന്ന എല്ലാ തൊഴിലാളികൾക്കും അന്ത്യശാസനം നൽകിയിരുന്നു. ഇതാണ് പിൻവലിച്ചിരിക്കുന്നത്. വോട്ടർമാരെ മർദ്ദിച്ച സംഭവത്തിൽ MP മൈക്ക് അമേസ്ബറിക്ക് തടവ് ശിക്ഷ. ചെഷയർ നിയോജക മണ്ഡലത്തിൽ വോട്ടറെ നിലത്തടിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ലേബർ MP മൈക്ക് അമേസ്ബറിയെ 10 ആഴ്ച തടവിന് ശിക്ഷിച്ചു. ചെസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡെപ്യൂട്ടി ചീഫ് മജിസ്ട്രേറ്റ് ടാൻ ഇക്രം ആണ് മൈക്കിന് ശിക്ഷ വിധിച്ചത്. രൺകോവിനെയും ഹെൽസിബിയെയും സ്വതന്ത്ര MP ആയി പ്രതിനിധീകരിച്ച അമേസ്ബറി 45-കാരനായ പോൾ ഫെലോസിനെയാണ് ആക്രമിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് മൈക്ക് കുറ്റസമ്മതം നടത്തിയത്. റിയാദിലെ 15 പ്രമുഖ സ്ക്വയറുകൾക്ക് രാജ്യത്തെ ചരിത്ര പുരുഷന്മാരുടെ പേരുകൾ നൽകാൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവ് ഉത്തരവിട്ടു. രാജ്യത്തിന്റെ നിർമ്മാണത്തിലും വളർച്ചയിലും വലിയ പങ്കുവഹിച്ച ഇമാമുമാരുടെയും ആധുനിക രാജാക്കന്മാരുടെയും പേരുകളാണ് തലസ്ഥാന നഗരത്തിലെ പ്രധാന ചതുരങ്ങൾക്ക് നൽകുക. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ശുപാർശ അംഗീകരിച്ചാണ് ഇത്തരമൊരു തീരുമാനം സൗദി രാജാവ് കൈക്കൊണ്ടത്. UK അതിന്റെ വിദേശ നയതന്ത്രം പുനഃപരിശോധിക്കണമെന്നും ബ്രിട്ടീഷ് താൽപര്യങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകണമെന്നും കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡനോക്ക്. ലോകം മാറിയിരിക്കുന്നുവെന്നും ആധുനിക പ്രതിസന്ധികളെ നേരിടാൻ UK സജ്ജമല്ലെന്നും ബാഡനോക്ക് കൂട്ടിച്ചേർത്തു. നിയമത്തോട് ആദരവില്ലാത്ത ഒരു ഭരണകൂടത്തെ നേരിടുമ്പോൾ അന്താരാഷ്ട്ര നിയമം മാത്രമേ സമാധാനം നിലനിർത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന നാം സ്വയം വിഡ്ഢികളായിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ വർഷം UKയിൽ ഏറ്റവും വലിയ ലിസ്റ്റഡ് കമ്പനികളുടെ ബോർഡുകളിൽ 2-ൽ കൂടുതൽ സ്ത്രീകൾ ഇടം നേടിയതായി റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ടിൽ വനിതാ ഫാസ്റ്റ് ട്രാക്ക് കൗണ്ട് വിഭാഗത്തിൽ
100 ചീഫ് എക്സിക്യൂട്ടീവുകളുടെ എണ്ണം കുറച്ചുകാലത്തേക്ക് 10-ൽ താഴെയായതായും പറയുന്നു. വാർഷിക FTSE വനിതാ ലീഡേഴ്സ് റിപ്പോർട്ടിൽ 350 കമ്പനികളിൽ സ്ത്രീകൾ വഹിക്കുന്ന സ്ഥാപനങ്ങളുടെ അനുപാതം കഴിഞ്ഞ വർഷം 43.4% ഉയർന്നിരുന്നു. എന്നാൽ 2023-ൽ ഇത് 42.1%. ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച 6 ബന്ദികൾക്കു പകരം കൈമാറേണ്ടിയിരുന്ന പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ ഇസ്രയേൽ. വിട്ടയക്കേണ്ടിയിരുന്ന 600 പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തെ US പിന്തുണയ്ക്കുന്നതായി ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലി ബന്ദികളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പാലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ വൈകുന്നതെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഹമാസിനെതിരെ ഇസ്രയേൽ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്വിറ്ററിന്റെ മുൻ CEO പരാഗ് അഗർവാളിനെ ഇലോൺ മസ്ക് പിരിച്ചുവിട്ടു. 2022-ൽ ട്വിറ്ററിന്റെ ഉടമസ്ഥാവകാശം മസ്ക് ഏറ്റെടുത്തതിനു പിന്നാലെയാണ് പരാഗിനെ ജോലി ചെയ്യുന്നില്ല എന്നാരോപിച്ച് CEO സ്ഥാനത്തു നിന്ന് പുറത്താക്കിയത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനായി മസ്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷം പല വകുപ്പുകളിൽ നിന്ന് വ്യാപകമായി ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. നന്നായി ജോലി ചെയ്യാത്ത ഫെഡറൽ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മസ്ക് പറഞ്ഞിരുന്നു. പിരിച്ചുവിടൽ പ്രഖ്യാപനത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മസ്കിനെതിരെ വിമർശനം ഉയരുകയാണ്. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയായെങ്കിലും പ്രവർത്തനക്ഷമമാകാതെ പാകിസ്ഥാനിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. പൂർണ്ണമായും ചൈനയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളമാണ് അടച്ചിട്ടിരിക്കുന്നത്. $24 കോടി ഗോദർ വിമാനത്താവളത്തിനായി ചൈന നൽകിയത്. 2024 ഒക്ടോബറിൽ പണി പൂർത്തിയാക്കുകയും ഇക്കൊല്ലം ജനുവരി 20-ന് വിമാനത്താവളം ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. 2019-ലാണ് ഗോദർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 4300 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ വിമാനത്താവളം പാകിസ്ഥാന്റെ ഏറ്റവും ബൃഹത്തായ വിമാനത്താവളമാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിനെത്തുന്ന വിദേശികളെ തട്ടിക്കൊണ്ടുപോകാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ പ്രൊവിൻസ് പദ്ധതിയിടുന്നതായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ചൈനക്കാരെയും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയുമാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്നും മോചനദ്രവ്യത്തിനാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്നുമാണ് റിപ്പോർട്ട്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, താമസ സ്ഥലങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നഗരങ്ങളിൽ നിന്നും അകലെയുള്ള പ്രദേശങ്ങളിലെ താമസ സ്ഥലങ്ങൾ ISKP ഭീകരർ വാടകയ്ക്കെടുത്തിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫ്രാൻസിലെ മാർസലിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ കോൺസുലേറ്റിന് സമീപം സ്ഫോടനം. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:30ഓടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് പുറത്തുവന്നിരിക്കുന്ന വിവരം. മോളോട്ടോവ് കോക്ടെയിൽ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. സംഭവസ്ഥലത്തിന് സമീപം കണ്ടെത്തിയ മോഷ്ടിച്ച വാഹനത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. സ്ഫോടനത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. റഷ്യൻ കോൺസുലേറ്റ് ജനറലിന്റെ പ്രദേശത്ത് നടന്ന സ്ഫോടനങ്ങൾക്ക് ഭീകരാക്രമണത്തിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ടെന്ന് വിദേശകാര്യ വക്താവ് മരിയ സാക്കറോവ ആരോപിച്ചു. പക്ഷിപ്പനി ബാധിച്ച് US-ൽ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി CDC റിപ്പോർട്ട്. വ്യോമിംഗിൽ നിന്നുള്ള വ്യക്തി ഇപ്പോഴും ആശുപത്രിയിലാണ്. അതേസമയം ഒഹായോയിലെ രോഗിയെ ഡിസ്ചാർജ് ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. 2 രോഗികൾക്കും ശ്വസനേതര ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 15 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ സീസണൽ ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെടലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത വരുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ ഞായറാഴ്ച ബോട്ട് മുങ്ങി 3 പേർ മരിച്ചു. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാൾ മരിച്ചുവെന്ന് US കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കീൻസ് റോക്കവേ പെനിൻസുലയുടെ അറ്റത്തുള്ള ബ്രീസി പോയിന്റിന് 5 മൈൽ തെക്ക് കിഴക്കാണ് സ്പീഡ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ഞായറാഴ്ച കണ്ടെത്തി. ന്യൂയോർക്ക് പോലീസും അഗ്നിശമന വകുപ്പുകളും ന്യൂജേഴ്സി സംസ്ഥാന പോലീസും സാൻഡി ഹുക്ക് പൈലറ്റും തിരച്ചിലിൽ പങ്കെടുത്തു. റഷ്യയുടെ അധിനിവേശത്തിന്റെ 3-ാം വാർഷികത്തിൽ ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തി. ട്രംപിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ സമാധാനം എന്നാൽ ഉക്രൈനിന്റെ കീഴടങ്ങൽ എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു. സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ചെലവും ഭാരവും അമേരിക്ക മാത്രമല്ല യൂറോപ്പിലെ രാജ്യങ്ങളും വഹിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഉക്രൈനെ സഹായിക്കുന്നതിൽ യൂറോപ്പ് അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ലെന്ന് മാക്രോൺ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ. എന്നാൽ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ഞായറാഴ്ച പോപ്പിന്റെ നില ഗുരുതരമായിരുന്നു. എന്നാൽ വൃക്കയെ ബാധിച്ചതിൽ ആശങ്കപ്പെടാനില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. ദുബായിലെ പ്രവാസികൾക്ക് ഇനി നിമിഷ നേരം കൊണ്ട് വിസ പുതുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് സലാമ എന്ന പേരിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയതോടെയാണിത്. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ AI പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മീഡിയ വിഷൻ ഷേപ്പിംഗ് ദി ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ നടന്ന 4ാമത് വാർഷിക മീഡിയ കൗൺസിലിൽ GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മററിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. റബനാനിൽ
UAE-യിലെ സർക്കാർ ജീവനക്കാർക്കെന്ന പോലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ജോലി സമയത്തിൽ ഇളവ് അനുവദിച്ച് അധികൃതർ. സ്വകാര്യ മേഖലയിലെ ജോലി സമയം ദിവസേന 2 മണിക്കൂർ കുറയ്ക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. ജോലിയുടെ ആവശ്യകതയും സ്വഭാവമനുസരിച്ച് കമ്പനികൾ റമദാനിലെ ദൈനംദിന ജോലി സമയത്തിന്റെ പരിധിക്കുള്ളിൽ വഴക്കമുള്ളതോ വിദൂരമോ ആയ ജോലി രീതികൾ പ്രയോഗിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇനി നാഷണൽ ന്യൂസ്. മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ഓഫീസിൽ നിന്ന് BR അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും ഫോട്ടോകൾ നീക്കിയതായി ആരോപണം. പ്രതിപക്ഷ നേതാവ് അതിഷിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. BJPയുടെ ദലിത് വിരുദ്ധ മനോഭാവമാണ് ഇത് കാണിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച അതിഷി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഫോട്ടോ നീക്കിയതായുള്ള ആരോപണം ഉന്നയിച്ചത്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ചിത്രങ്ങൾ സ്ഥാപിച്ചത്. US-ലേക്കുള്ള അനധികൃത കുടിയേറ്റം സുഗമമാക്കുന്നതിന് അമിത ഫീസ് വാങ്ങുന്ന വ്യാജ ട്രാവൽ ഏജന്റുമാർക്കെതിരെ നടപടി പഞ്ചാബ്. സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന 40 വ്യാജ ട്രാവൽ ഏജന്റുമാരുടെ ലൈസൻസുകൾ റദ്ദാക്കി. അടുത്തിടെ US-ൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ലൈസൻസ് പുതുക്കുന്നതിൽ പരാജയപ്പെട്ട നഗരത്തിലെ 271 ട്രാവൽ ഏജന്റുമാർക്ക് അമൃത്സർ പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ട്രാവൽ ഏജന്റുമാരുടെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റുകളുടെയും ഓഫീസുകളിലെ രേഖകൾ പരിശോധിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു. മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. 28-ന് സംസ്ഥാനത്തെ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തും. മുൻ KPCC അധ്യക്ഷന്മാരെയും MP-മാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ശശി തരൂരിന് വഴങ്ങേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തരൂരിനെ പരമാവധി അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.72 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.85 രൂപ, ഒരു യൂറോ 90.99 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ IPL-ൽ RCBയെ തകർത്ത് UP വാരിയേഴ്സ്. നിശ്ചിത 20 ഓവറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഉയർത്തിയ 180 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് UP വാരിയേഴ്സും 20 ഓവറിൽ 180-ലെത്തിയതോടെയാണ് കളി സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയത്. ബംഗളൂരുവിന് വേണ്ടി സൂപ്പർ ഓവർ എറിയാൻ കിം കാർത്ത് ആണ് എത്തിയത്. താരം മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ 7 റൺസ് മാത്രമാണ് UP വാരിയേഴ്സിന് നേടാനായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും യുദ്ധ തടവുകാരെ കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. എല്ലാ ഉക്രൈൻ തടവുകാരെയും റഷ്യ മോചിപ്പിക്കണമെന്നും സമാനമായ രീതിയിൽ തടവുകാരെ മോചിപ്പിക്കാൻ ഉക്രൈൻ തയ്യാർ. റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന US പ്രമേയം UN സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചത് കരട് പ്രമേയം. ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന എലോൺ മസ്കിന്റെ അന്ത്യശാസനം പിൻവലിച്ച് US ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി ഓഫീസ്. ഫെഡറൽ തൊഴിലാളികളെ കുറയ്ക്കാനുള്ള ടെസ്ല കോടീശ്വരന്റെ തീരുമാനത്തിലുള്ള തിരിച്ചടി. വോട്ടർമാരെ മർദ്ദിച്ച സംഭവത്തിൽ MP മൈക്ക് അമേസ്ബറിക്ക് തടവ് ശിക്ഷ. ചെഷെയർ നിയോജക മണ്ഡലത്തിൽ വോട്ടറെ നിലത്തടിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ലേബർ MPക്ക് 10 ആഴ്ച തടവ് ശിക്ഷ. ട്വിറ്ററിന്റെ മുൻ CEO പരാഗ് അഗർവാളിനെ പിരിച്ചുവിട്ട് ഇലോൺ മസ്ക്. 2022 ട്വിറ്ററിന്റെ ഉടമസ്ഥാവകാശം മസ്ക് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പരാഗിനെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിനെ തുടർന്ന് വിദേശികളെ തട്ടിക്കൊണ്ടുപോകാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറസാൻ പ്രൊവിൻസ് പദ്ധതിയിടുന്നതായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ചൈനക്കാരെയും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ദുബായിലെ പ്രവാസികൾക്ക് ഇനി നിമിഷ നേരം കൊണ്ട് വിസ പുതുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് സലാമ എന്ന പേരിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാകും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.